ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ. ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സുരക്ഷ പിൻവലിച്ചു. ഹൈക്കമ്മീഷണറുടെ വസതിക്ക് മുന്നിലെ ബാരിക്കേഡ് മാറ്റി. വിവരങ്ങളുമായി അനുഷ ഭാരതൻ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുഷ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യ ഇപ്പോൾ പുറത്ത് എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറിന്റെ സുരക്ഷ ഇന്ത്യ പിൻവലിച്ചിരിക്കുകയാണ്. ലണ്ടൻ ഹൈക്കമ്മീഷന് പുറത്തുള്ള ഡൽഹിയിലെ ലണ്ടൻ ഹൈക്കമ്മീഷന് പുറത്തുള്ള ബാരിക്കേഡുകളും ഇന്ത്യ നീക്കം ചെയ്തിട്ടുണ്ട്. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് അമൃത്പാൽ സിംഗിന്റെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് ലണ്ടനിലെ ഇന്ത്യൻ ആസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഖലിസ്ഥാൻ അനുകൂലികൾ ഒരു പ്രകടനം നടത്തുകയും ഇന്ത്യൻ പതാക വലിച്ചു താഴ്ത്തുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇന്ത്യ അവിടുത്തെ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ചു വരുത്തി ഡൽഹിയിലെ ലണ്ടൻ എംബസി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി നേരിട്ട് വിശദീകരണം തേടിയിരുന്നു. ഇതേ തുടർന്നും ഇതിലൊരു ശാശ്വത പരിഹാരം ഇല്ലാത്തതിനെ തുടർന്നാണ് ഇന്ന് നിലവിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറിൻ്റെ സുരക്ഷയെല്ലാം തന്നെ പിൻവലിച്ചിരിക്കുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു. അതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ സുരക്ഷയെല്ലാം തന്നെ പിൻവലിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിനും ഉദ്യോഗസ്ഥർക്കും സുരക്ഷയൊരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച ലണ്ടൻ വരുത്തി എന്നാണ് ഇന്ത്യ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യൻ പതാക താഴ്ത്തിയതിനോടൊപ്പം തന്നെ ഖലിസ്ഥാൻ പതാക വീശുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇത്ര കടുത്ത ഒരു നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയത്. ഖലിസ്ഥാൻ അനുകൂല വിഘടനവാദി നേതാവായ അമൃത്പാൽ സിംഗ് 5 ദിവസത്തിന് ശേഷവും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള തിരച്ചിലാണ് പഞ്ചാബ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്യാത്തതിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കർശന നടപടിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ. ഡൽഹി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സുരക്ഷ പിൻവലിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ഭാരതൻ.